അത് പറയണോ? എന്തിനാണ് കൊന്നിട്ട്? നമ്മൾ ഗുണ്ടകളല്ല, അനാഥരാണ്. അതുപോലെ തന്നെ മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നടൻ വരുമ്പോൾ ആദ്യം തന്നെ അത് ചവിട്ടി കൂട്ടി നശിപ്പിച്ച് അവനൊരു ഇതിലേക്ക് എത്തും. ശരിക്കും പറഞ്ഞാൽ മലയാളികളുടെ ആ പ്രവണത ഒരു ശതമാനം മാത്രമേ ഉള്ളൂ. JSK എന്ന് പറയുന്ന സിനിമയിൽ അതിൽ അഭിനയിച്ച മാധവ് സുരേഷ് ഒക്കെ കുറച്ച് വൈറലാണ്. വ്യക്തമായിട്ട് പറഞ്ഞാൽ എയറിലാണെന്ന് പറയാം അല്ലെ ജോക്കറെ? അതെ അതെ അതെ. പക്ഷെ അത് എന്താണ് അതിനെ കുറിച്ച് പറഞ്ഞത്? ഇത്രയ്ക്ക് എയറിലാവേണ്ട കാര്യമുണ്ടോ? ഇല്ല, കാരണം മാധവ് സുരേഷ് ഒരു നെപ്പോക്കിഡാണ്. അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രായം ഏകദേശം കുറവാണ്. അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്തു. അല്ലെങ്കിൽ ഈ അഭിനയം എന്നുള്ളത് എല്ലാവരും ഫസ്റ്റ് വരുമ്പോൾ തന്നെ മാരകമാണെന്നുള്ള രീതിയിലാണ് എല്ലാവരെയും എടുക്കുന്നത്. പ്രത്യേകിച്ച് മലയാളികൾ ഭയങ്കരമായിട്ട് ചെയ്ത് പൊളിച്ചളയും നമ്മുടെ പക്ഷെ ആ ആള് എത്രമാത്രം കേപ്പബിൾ ആണെന്നോ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അദ്ദേഹം സുരേഷ് ഗോപിയുടെ മകനാണ് എന്നുള്ളതൊക്കെ, നല്ലൊരു ആക്ടറുടെ മകനാണെന്നുള്ളത് നോക്കിയിട്ടാണ് പൊളിക്കുന്നത്. അതിൽ എത്ര സിനിമ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. JSK ഇറങ്ങിയ ശേഷമാണ് ഈ മാധവനെതിരെയുള്ള ട്രോളുകളൊക്കെ വന്നെങ്കിലും ശരിക്കും ആ പഴയ കുമ്മാട്ടിക്കുള്ളി സിനിമയെ വെച്ചിട്ടാണ്, അതിന്റെ സീൻസ് ഒക്കെ വെച്ചിട്ടാണ് ട്രോൾ വന്നത്. JSK അല്ല ശരിക്കും. JSK സീൻസ് ഒന്നും എവിടെ അവൈലബിൾ അല്ല, തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. പക്ഷെ ഒരു ഈവൻ തരം ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കളിയാക്കൽ വന്നു തുടങ്ങിയത് JSK റിലീസിന് ശേഷമാണ്. അത് ശരിയാണ്, JSKക്ക് ശേഷമാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് കാര്യങ്ങളെല്ലാം. പക്ഷെ JSKയുടെ യഥാർത്ഥമായിട്ടുള്ള ആ സിനിമയുടെ പ്രമേയവും ഈ പറഞ്ഞ അതില് മാധവ് സുരേഷ് എന്ന് പറയുന്ന ക്യാരക്ടറും ഇതില് സുരേഷ് ഗോപി എന്നുള്ള ആക്ടറുടെ അഭിനയവും ഇത് വെച്ച് നോക്കുമ്പോൾ മാധവ് സുരേഷിന്റെ ഇപ്പോഴും നമ്മുടെ ഒരു ഡയറക്ടർ പറയണം മതി എന്ന് പറയണം, ഇങ്ങനെ അഭിനയിച്ചാൽ മതി. അത് അങ്ങനെയാണ്. അത് ന്യൂകമർ ആയിക്കഴിഞ്ഞാൽ അത് ആരുടെ മകനായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഡയറക്ടർ പറയാണ്, സംവിധായകൻ പറയാണ് ഇങ്ങനെ അഭിനയിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ അഭിനയിച്ചാൽ മതി, അതിനപ്പുറത്തേക്കില്ല. അവൻ പറയുന്നത് ഡബ് ചെയ്യുമ്പോൾ പോലും അദ്ദേഹത്തിന് സാറ്റിസ്ഫാക്ഷൻ ഓക്കെ. പിന്നെ അതാണ് ജനങ്ങൾ കാണേണ്ടത്. ഈ മാധവ് സുരേഷിനെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അദ്ദേഹം പഴയ ആളുകളെ വെച്ച് കമ്പയർ ചെയ്യുന്നത്. അച്ഛനായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, സുരേഷ് ഗോപിനായിട്ട് കമ്പയർ ചെയ്യുന്നു. അല്ലെങ്കിൽ പുതിയതായിട്ട് ഇപ്പൊ പല നടന്മാരും ആദ്യത്തെ സിനിമ ചിലപ്പോൾ ഗംഭീര പെർഫോമൻസിലൂടെ വന്ന നടന്മാരുണ്ടാവും, അവരെയൊക്കെ വെച്ചിട്ടായിരിക്കും കമ്പയർ ചെയ്യുന്നത്. പക്ഷെ മാധവ് തന്നെ കഴിഞ്ഞ ദിവസം വേറൊരു ഇന്റർവ്യൂവില് JSK റിലീസിന്റെ തലേ ദിവസം കൊടുത്തൊരു ഇന്റർവ്യൂവില് പറഞ്ഞത്, കളിയാക്കല് വരുന്നത് ഞാനൊക്കെ കാണുന്നുണ്ട്, അഭിനയം എനിക്ക് പറ്റില്ല എന്ന് തോന്നി ഞാൻ അവിടെ നിർത്തും, അതല്ല എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഇനിയും പറ്റും, ഞാൻ ചെയ്യുന്നത് തോന്നുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. ഞാനിപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം, ഇവിടെ വന്നിരിക്കുന്ന നടന്മാർ ആദ്യമായിട്ട് അഭിനയിച്ചതില് ഇപ്പൊ നാടകത്തിന്റെ അല്ലെങ്കിൽ വേറെ ഒരു ഡ്രാമ സ്കൂളിൽ പോകാത്തയോ ആളുകളൊക്കെ വന്നിട്ട് ആരാണ് ഫസ്റ്റ് അഭിനയം തന്നെ ഇഷ്ടപ്പെട്ട ആരാണ്? ഏത് നടനാണ്? എല്ലാരും കുഞ്ചാക്കോ ബോബൻ വരെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് എനിക്ക് അനിയത്തിപ്രാവ് കാണുമ്പോൾ എനിക്ക് തന്നെ ചിരി വരും എന്ന് പറഞ്ഞു. അന്ന് കുഞ്ചാക്കോ ബോബൻ ആ സിനിമയും ഗംഭീരമായിരുന്നു, നല്ല പാട്ടുകളായിരുന്നു, പടം ഇൻഡസ്ട്രി ഹിറ്റ് ആയതുകൊണ്ട് കുഞ്ചാക്കോനെ ആ ഫ്ലോയിൽ അങ്ങ് പോയി. പക്ഷെ ഇന്ന് കുഞ്ചാക്കോ പറഞ്ഞല്ലോ അനിയത്തിപ്രാവ് നിറം, ഇതിൽ ഏത് സിനിമയാണ് നിങ്ങൾക്ക് വീണ്ടും ഒന്ന് അഭിനയിക്കാൻ അവസരം കിട്ടിയെന്ന് പറഞ്ഞത് ഓഫ് കോഴ്സ് അനിയത്തിപ്രാവ് എനിക്ക്. കാരണം എനിക്കൊക്കെ അറിയാൻ ഞാൻ അതിൽ നല്ല ബോറായിട്ട് അഭിനയിച്ചിട്ടുള്ളത്, കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്ന് പറഞ്ഞിട്ട്. സിദ്ദിഖ്, നമ്മുടെ നടൻ സിദ്ദിഖ് സന്ദേശത്തിന്റെ ഒരു ഇമോഷണൽ സീൻ ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കരയും, അത്ര ഗംഭീരമായിട്ട് പുള്ളി ചെയ്ത. സിദ്ദിഖ് പറഞ്ഞു ഇന്നാണെങ്കിൽ എനിക്കത് കുറച്ചുകൂടി നന്നാക്കാൻ പറ്റുന്നത്. എല്ലാ നടന്മാരും എങ്ങനെയാണ്. പക്ഷെ അന്ന് ആ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നു. അന്നും ജഗദീഷിന് ഇതുപോലെ തന്നെ എന്തോ പറഞ്ഞിട്ടുണ്ട്, എന്തോ ഋഷി എന്തോ അഭിനയിക്കാൻ വേണ്ടി വരുന്ന സമയത്തൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞത് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ ആളുകളും ഇതുപോലെയുള്ള വാക്കുകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരാളെ ഇത്രയും സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ട് മാധവ് സുരേഷിന് ഇത്രമാത്രം അറ്റാക്ക് ചെയ്യുക? എനിക്ക് തോന്നുന്നു വെച്ചാൽ ഈ കണ്ടന്റ്, ഒരാളെ കളിയാക്കുന്ന, അതായത് ഒരാളെ കളിയാക്കുമ്പോൾ കിട്ടുന്ന അത്ര സുഖം അദ്ദേഹം ചെയ്തു, ഓക്കെ, നോർമൽ രീതിയിലുള്ള. പക്ഷെ ഇതെല്ലാവരും ഈ പറയുന്ന എന്തൊരു വീഡിയോയിലും ആ ഓഡിയോ എടുത്തിട്ടിട്ട് പല പല വീഡിയോസിലും അത് എടുത്തിട്ടിട്ട് ഇങ്ങനെ പറയുന്ന ഒരു പ്രവണത, അത് ഓരോ തേജോധം ചെയ്യുന്നതിന് തുല്യമാണ്. ശരിയാണ്, കളിയാക്കണം, ഓക്കെ. പക്ഷെ എല്ലാവരും കൂടെ ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരൊക്കെ എങ്ങനെ അത്? കാരണം ആദ്യമേ തന്നെ ഇപ്പൊ പൃഥ്വിരാജിനായി തന്നെ ആദ്യമേ തന്നെ വന്നപ്പോ തന്നെ ഒരുപാട് ഇതേപോലുള്ള സാധനങ്ങൾ സുരേഷ് ഗോപി വരെ കഴിഞ്ഞ ദിവസം കളിയായിട്ട് പറഞ്ഞില്ല, പൃഥ്വിരാജിന്റെ ബാധ എന്തോ കയറിയിട്ടുണ്ടെന്ന്. ഞാനൊരു ട്രോളാ കണ്ടത്, സുരേഷ് ഗോപിയുടെ ഡീറ്റെയിൽ ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടില്ല. കാരണം മാധവിന്റെ ഇംഗ്ലീഷൊക്കെ ആറ്റിറ്റ്യൂഡൊക്കെ അതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് അവന് ഒരു പൃഥ്വിരാജ് ബാധ കയറിയിട്ടുണ്ട് എന്ന് മാത്രം ഞാൻ കേട്ടു. എന്റെ മറ്റ് ഡീറ്റെയിൽസ് സുരേഷ് ഗോപി പോലും അത്രയും എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ വേറെ കുടുംബമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത് കേട്ട് കഴിയുമ്പോൾ തകർന്നു പോകില്ല. കാരണം ഒരുപാട് പേര് പറയുന്നുണ്ടാവും ആദ്യമേ വരുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടാവും, അതും മൂലം
ഇദ്ദേഹം ഫേമസ് ആയി, മാധവ് സുരേഷ് എന്ന ആൾ ഫേമസ് ആയി നിൽക്കുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ ഓരോ ആക്ടിങ്ങും എനിക്ക് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ ഇത് ചെയ്തു, അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ അതിനേക്കാൾ ബെറ്റർ ആയിരുന്നു എന്നുള്ള ഒരു പേര് വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം മാധവ് സുരേഷ് ദൂരത്ത് ഇറങ്ങിയപ്പോ അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, പക്ഷെ അന്നത്തെ മാഗസീൻസ് ഒക്കെ പറഞ്ഞ് അഭിനയിക്കാൻ അറിയാത്ത നടന്നു പറഞ്ഞിട്ട് എനിക്കിപ്പോ ഓർമ്മയുണ്ട് 2002 ഓണത്തിനാണ് മറ്റേ കയ്യത്തും ദൂരത്ത് റിലീസ് ചെയ്യുന്നത്. അതേ ഓണത്തിന് അതേ ദിവസമാണ് നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ അവനുണ്ട് രാജകുമാരി. പൃഥ്വിരാജിന്റെ മൂന്നാമത്തെ സിനിമയാണെങ്കിലും റിലീസ് ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ്. ഈ രണ്ട് സിനിമയും ഇറങ്ങി അന്നത്തെ എല്ലാ കണ്ടിറങ്ങിയ പ്രേക്ഷകരോ അല്ലെങ്കിൽ ഒരു മെജോറിറ്റി മാഗസീൻസോ ഒക്കെ പറഞ്ഞിരുന്നത് ആർക്കും അഭിനയിക്കാനില്ല. ആ പൃഥ്വിരാജ് ഫഹദ് നിന്ന് എവിടെ എത്തി, ആ ഫഹദ് എങ്ങനെ തിരിച്ചു വന്നു, അത്ര നോക്കിയാൽ മതി. ചോദിക്കട്ടെ, ഈ സിനിമയിൽ എന്നുള്ളത് എന്താ പറയാ ജീവിതാനുഭവങ്ങളിലൂടെ വന്ന ആളുകൾക്ക് മാത്രമാണ് ഈ ആക്ടിങ് എന്ന സാധനങ്ങൾ ഭയങ്കരമായിട്ട് എന്താ പറയാ അതിലെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, അങ്ങനെയാണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അതൊരു പരിധി വരെ അത് ഗുണം ചെയ്യും. ജഗദീഷ് ശ്രീകുമാറിനെ പോലെ അല്ലെങ്കിൽ നാടകത്തിലുള്ളവരൊക്കെ ചില റോളുകളൊക്കെ ചെയ്യുമ്പോൾ പറയും എന്റെ മനസ്സിൽ ഇന്ന ആളായിരുന്നു, അല്ലെങ്കിൽ എന്റെ തന്നെ അച്ഛനെയാണ് ഞാൻ അതിൽ അനുകരിച്ചത്. ഒബ്സർവേഷൻ ഭയങ്കരമാണ്. ഒബ്സർവേഷൻ പ്രധാനമായിട്ടും ഒരു നടന് വേണം. ഭയങ്കര ഈസി ആയിട്ട് ഇപ്പൊ ദിലീപ് ഒരിക്കലും തിളക്കം സിനിമയിൽ ദിലീപിന്റെ ആ ഒരു മന്ദബുദ്ധി ആയിട്ടുള്ള ഒരു ബുദ്ധിമാനിയുള്ള ഒരു ക്യാരക്ടറാണല്ലോ. അതിലൊരു മാനറിസം വന്നപ്പോ ദിലീപ് അന്ന് പറഞ്ഞ അന്ന് മകള് മീനാക്ഷി ചെറിയ കുട്ടിയാണ്, മീനാക്ഷി ചെയ്യുന്ന ഒരു മാനറിസം ഞാൻ എടുത്തിട്ടു. അന്ന് ഭയങ്കരമായിട്ട് ആളുകൾ എൻജോയ് ചെയ്തതായിരുന്നു. ഇതേപോലെ ഒബ്സർവേഷൻ വളരെ പ്രധാനമാണ്. അത് എക്സ്പീരിയൻസിലൂടെയാണ് കിട്ടുന്നത്, പുറം ലോകമായിട്ടുള്ള ബന്ധങ്ങളിലൂടെ ആളുകളായിട്ടുള്ള സഹവാസം കൊണ്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ മലയാളികളുടെ ഒരു പ്രത്യേകത ഏതെങ്കിലും ഒരു നടൻ വരുമ്പോൾ ആദ്യം തന്നെ അത് ചവിട്ടി കൂട്ടി നശിപ്പിച്ച് അവനൊരു ഇതിലേക്ക് എത്തും. ശരിക്കും പറഞ്ഞാൽ മലയാളിയുടെ ആ പ്രവണത ഒരു ശതമാനം മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന പോലെ ഇത് കിട്ടായോളൂ, അതായത് കുഴപ്പമില്ല. പക്ഷെ വേറെ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ അവരെങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവരുടെ മുമ്പിൽ. കാരണം മലയാളികൾ ശരിക്കും അങ്ങനെ ചവിട്ടി, പക്ഷെ പിന്നെ അവൻ എവിടെ പോയാലും അവൻ ജീവിക്കും എന്നുള്ളൊരു സംഭവം പോലെയാണ്. പൃഥ്വിരാജപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാം കേട്ടു, ഏതെല്ലാം രീതിയിൽ കേട്ടു. പൃഥ്വിരാജിന്റെ ഒരു കല്യാണ പരസ്യ തിയേറ്ററുള്ള ആ സമയത്ത് തിയേറ്ററിൽ വന്നാൽ കൂവിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവിടുന്ന് പൃഥ്വിരാജ് തിരിച്ചു. ഇതിപ്പോ താൻ പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാധവ് സുരേഷ് വെറുതെ അല്ല പൃഥ്വിരാജിനെ റോൾ മോഡലാക്കി എടുത്തേക്കുന്നത്. കാരണം പൃഥ്വിരാജ് പറഞ്ഞ പോലെ തന്നെയാണ് അവനും പറയുന്നത്. നിങ്ങൾ പൃഥ്വിരാജ് പറഞ്ഞൊരു സ്റ്റൈലായിട്ടാണ് ആളുകൾക്ക് തോന്നുന്നതെന്ന് തോന്നുന്നത്. കാരണം ആദ്യം വന്നപ്പോ തന്നെ ഇതേപോലത്തുള്ള കൂക്കിവിളികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് കയറി വന്നു. ആ ഒരു സ്റ്റൈല് തന്നെയാണ് അവന്റെ അല്ലെ. പിന്നെ ഇവര് പൃഥ്വിരാജിന്റെ പോലെ തന്നെയാണ് പണ്ടത്തെ പൃഥ്വിരാജിന്റെ ഒരു ഇന്റർവ്യൂ പോലെയാണ് ഇന്ന് മാധവിനെ നമുക്ക് ഇന്റർവ്യൂ കാണുമ്പോൾ. അതായത് മാധവ് വളരെ ഓപ്പൺ ആയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു, വളരെ ബോൾഡ് ആയിട്ട് പറഞ്ഞു. അതായത് പ്രായത്തിൽ കവിഞ്ഞ ഒരു പക്വത കാണിക്കുന്നതുകൊണ്ട് ചിലപ്പോ അത് അംഗീകരിക്കാൻ അങ്ങനെ ഒരു മറ്റേ ഇതിലെ അഭിനയിച്ചു മാളികപ്പുറത്തിൽ അഭിനയിച്ച മറ്റേ ദേവത ആ കൊച്ചിനെ പോലെ ആളുകൾ വെറുതെ വിട്ടിട്ടില്ല. ഇവിടുത്തെ ഒരു വിഭാഗം ആ സോഷ്യൽ മീഡിയയിൽ ഉള്ള ആളുകൾക്ക് ഒരു വിചാരമുണ്ട്, അതായത് ഈ പ്രായത്തിലുള്ള ആൾക്കാർ ഈ പ്രായത്തിലുള്ള വർത്താനം പറയാൻ പാടില്ല, വലിയ വായുടെ വർത്താനം പറയണ്ട. ഇപ്പൊ മാധവൊക്കെ അങ്ങനെ ഓപ്പൺ ആയിട്ട്. എനിക്ക് മറ്റൊരു കാര്യം, ഞാൻ ഒരു ഇന്റർവ്യൂ മാധവിന്റെ ഇതേപോലെ തന്നെ JSK ആ സമയത്ത് ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടത്, മാധവ് ഓപ്പൺ ആയിട്ട് അച്ഛന്റെ രാഷ്ട്രീയത്തെ ഒന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് മാധവ് പറയുന്നുണ്ട്. പക്ഷെ മാധവ് നരേന്ദ്രമോദിനെയും അമിത്ഷാനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചു. അതും ഒരു കാരണമാവാം. അതായത് ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയ നേതാവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ചിലപ്പോ, അതായത് അപ്പോഴും മാധവ് പറഞ്ഞത് ഒരു BJP നേതാവ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു പ്രൈം മിനിസ്റ്റർ എന്ന രീതിയിൽ നരേന്ദ്രമോദി അല്ലെങ്കിൽ ഒരു മിനിസ്റ്റർ എന്ന രീതിയിൽ അമിത്ഷാനെയൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. അതിന്റെ അടിയിലോട്ടുള്ള പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാരെയും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എനിക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞത്. അത് അച്ഛന്റെ രാഷ്ട്രീയം ഞാൻ അംഗീകരിക്കുന്നില്ല, പക്ഷെ ഞാൻ നരേന്ദ്രമോദിനെ അംഗീകരിക്കുന്നു. ചിലപ്പോൾ അതും ഒരു കാരണമാവാം. ഇപ്പൊ പിണറായി വിജയനെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ എതിർ പാർട്ടിക്കാർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. അപ്പൊ ഇതൊക്കെ കൂടിയും ഒരു കാരണമാവാന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടുത്തെ എത്ര നടന്മാരും ഓപ്പൺ ആയിട്ട് അവർക്ക് ഇഷ്ടമുള്ള നേതാക്കന്മാരെ കുറിച്ചോ അവർക്ക് ഇഷ്ടമുള്ള അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളോ പറയുന്നുണ്ട്. വളരെ കുറവല്ല. എല്ലാരും സേഫ് കളിക്കുന്ന. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ മാധവ് സുരേഷൊക്കെ പറയുന്ന കുറെ കാര്യങ്ങളിൽ കുറെ ജെന്യൂനിറ്റി ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഇവര് ഭയങ്കരമായിട്ട് എനിക്കിതാണ് ഇഷ്ടം, എന്റെ ഇഷ്ടം ഇതാണ് എന്ന് അവർ പറയുമ്പോൾ ഇത് കേട്ട് നിൽക്കുന്ന ആൾക്കത് അഹങ്കാരമായിട്ട് തോന്നുകയും, പിന്നെ എന്റെ അച്ഛന് പറയുന്നു അതിന്റെ ആ ഒരു ഫ്ലോ ഞങ്ങൾ പോകുന്നു, അച്ഛനും കണ്ണടയ്ക്കുന്നു. പക്ഷെ വീട്ടിലിരിക്കുന്ന അമ്മയെ പറഞ്ഞ് ഞാൻ വിളിക്കണം. ഗൂഗിൾ സുരേഷിന്റെ അങ്ങനെ അച്ഛനെ പറഞ്ഞു കഴിഞ്ഞപ്പോ വന്നത് തിരിച്ച് ഗൂഗിൾ സുരേഷ് ഇവരൊക്കെ സ്ഥിരമായിട്ട് കാണാറുള്ള. എനിക്ക് തോന്നുന്നു ഇവര് പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ സുരേഷ് ഗോപി തന്നെ പറയുന്ന കാര്യങ്ങൾ വളച്ചൊടിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. ഈ പറഞ്ഞ പോലെ അതുപോലെ മക്കളെയും ശരിക്കും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ രാഷ്ട്രീയവും അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്നും
പക്ഷെ എനിക്ക് തോന്നിയ കാര്യം, ഞാൻ ഒരുപാട് നമ്മൾ ശ്രദ്ധിച്ചാണ്, ഗൂഗിൾ സുരേഷ് ഭയങ്കരമായിട്ട് എന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നെ കാണുന്നത് അങ്ങനെയാണ് എന്നുള്ളൊരു എന്തോ ആക്ടായിട്ടാണ് കാണുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നു. എന്നാൽ നീ അങ്ങനെയല്ല എന്നുള്ള കാര്യം മലയാളികൾ തിരിച്ചു പറയുകയും ചെയ്യുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിരുന്നത്. കാരണം പക്ഷെ പുള്ളി ഭയങ്കര ജെന്യൂൻ ആയിട്ടാണ് പറയണേ, നിങ്ങൾ പൃഥ്വിരാജിനെ സപ്പോർട്ട്, എന്റെ അച്ഛനെ സപ്പോർട്ട് ചെയ്ത പോലെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയാണ് മാധവ് സുരേഷ് പറഞ്ഞത്, നിങ്ങൾ എന്റെ അച്ഛനെ സപ്പോർട്ട് ചെയ്ത പോലെ ആണെങ്കിൽ, സൂപ്പർ സ്റ്റാർ ആക്കിയ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്ന് കരുതി ചോദിച്ചു. പക്ഷെ എന്താണ് ആളുകൾ ഇതിനെ മാത്രം ട്രോളേണ്ട കാര്യമൊന്നുമില്ല. പ്ലസ് ടു കഴിഞ്ഞപ്പോ ഡിഗ്രി ഒക്കെ ചെയ്തത് യുകെയിലാണ്, ജീവിച്ചതാണ്. അതായത് വളരെ ചെറുപ്പത്തിലെ സ്വന്തം തമാശ രൂപേണ പല ആളുകളും പറയും, കേരളത്തിന്റെ പുറത്തു പോയാൽ തന്നെ കുറച്ച് വിവരം വെക്കും. നമ്മൾ ഈ പൊട്ടക്കെട്ട് കിടക്കുന്ന തവളകൾ എന്ന് പറയുന്ന പോലെ പുറത്തു പോയിട്ടൊക്കെ കുറെ ലോകങ്ങളും പല കൾച്ചറൊക്കെ കണ്ടതുകൊണ്ട് അവൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇവിടുത്തെ പൊട്ടക്കിണത്തിലിരിക്കുന്ന കുറച്ച് തവളകൾക്ക് ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റാതെ വരാം. എല്ലാവരും അല്ല, ഒരു വിഭാഗം ആളുകളാണ്. പക്ഷെ ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട്, അതുപോലെ ഹെയ്റ്റ് ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ പോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞത് വന്നത്. പക്ഷെ അതൊരു എനിക്ക് തോന്നുന്നേ സുരേഷ് ഗോപിയൊക്കെ അത് ഭയങ്കര, ഞാൻ ഇന്റർവ്യൂ കണ്ടപ്പോ എനിക്ക് തോന്നുന്നു അത് ഭയങ്കര എന്താ അച്ഛൻ മകൻ ബന്ധത്തിലൊരു കോമഡി പോലെയാണ്. നിന്നെ പറ്റി ഇതേ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലുണ്ട്. മാധവ് സുരേഷിനെ പറ്റി അവന് സുരേഷ് പൃഥ്വിരാജിന്റെ പ്രേതം കയറിയ എന്നൊക്കെ രീതിയിലാണ് പറഞ്ഞല്ലോ. എനിക്ക് ഈ സിനിമകൾ ഇപ്പൊ കിട്ടുന്നതൊക്കെ സുരേഷ് ഗോപിയുടെ മകനായതുകൊണ്ട് തന്നെയാണ്. JSKയിൽ എന്നെ വിളിച്ചത് സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയുടെ മകനും ഒന്നിക്കുന്നു എന്ന് പറയുന്ന ആ അതൊരു മാർക്കറ്റിംഗ് തന്ത്രം തന്നെയാണ് ഓപ്പണായി സംഭവിച്ചു. ഞാൻ എപ്പോഴും ആയിട്ട് തന്നെയാണ് വന്നത്. പക്ഷെ എനിക്ക് പ്രൂവ് ചെയ്യാൻ സമയം തരും, പ്രൂവ് ചെയ്യാൻ അവസരം തരും, ഞാൻ പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല കേട്ടിട്ട് പോകും എന്നാ പറയുള്ളൂ. ആ വലിയ സംഭവം പറയുന്നത്. പക്ഷെ പുള്ളിയുടെ ഇരിപ്പ്, സ്റ്റൈല് ഇതൊക്കെ കാണുമ്പോ അതങ്ങനെ മലയാളികളല്ലേ പൊളിക്കും. അതന്നെ മലയാളികൾ വിറ്റത് എല്ലാവരും ഞാൻ പറയുന്നില്ല. മാധവന്റെ ഒരു ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ മാധവന്റെ ഒരു ഇംഗ്ലീഷ് ഒക്കെ വർത്തമാനം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അത് ഇംഗ്ലീഷ് പറയാൻ വേണ്ടി പറയുന്നതല്ല. നമുക്ക് രണ്ട് രീതിയിലാണ്. ഇംഗ്ലീഷ് പറയാൻ വേണ്ടി പറയുന്ന ആളുകളും ഓട്ടോമാറ്റിക് ആയിട്ട് ഇംഗ്ലീഷ് വരുന്നത് തമ്മിൽ നമുക്ക് മനസ്സിലാവും. അതായത് എനിക്ക് തോന്നുന്നു ഈ മാധവ് സുരേഷാണെന്ന് തോന്നുന്നത് സുരേഷ് ഗോപിയുടെ കുറെ സോഫ്റ്റ്വെയർ സംബന്ധമായ കാര്യങ്ങളോ അക്കൗണ്ട് സംബന്ധമായ കാര്യങ്ങളോ എന്തൊക്കെയോ ചെയ്യുന്നത് പുള്ളിയാണെന്ന്. ഗൂഗിൾ പാവം നാട്ടുപുറം പയ്യനെ പോലെ പക്ഷെ ഗൂഗിൾ ഇടയ്ക്ക് ഡയലോഗ് അടിയും. പക്ഷെ ഈ പറഞ്ഞ ഇംഗ്ലീഷ് ആക്സെന്റ് ഒന്നും അങ്ങനെ വരുന്ന ഒരാളല്ല. ഗൂഗിൾ നാട്ടിൽ തന്നെ വിളിച്ചത്. ഗൂഗിൾ സുരേഷിനൊക്കെ കാണുന്ന സമയത്തൊക്കെ നമ്മൾ ഭയങ്കര കാമായിട്ട് ഭയങ്കര രസമാണ്. പക്ഷെ ഈ അടുത്തിടയ്ക്കാണ് ഈ പറഞ്ഞ പോലെ പറയുന്ന കാര്യങ്ങൾ വളച്ചൊടിക്കുന്നുള്ള രീതിയിലൊക്കെ പുള്ളി തിരിച്ചു പ്രതികരിച്ചു തുടങ്ങിയത്. എന്താ പറയാ, പക്ഷെ ഈ ഡയലോഗ് പറയുമ്പോൾ വേറെ, പക്ഷെ ആളെ കാണുമ്പോൾ ഭയങ്കര പാവമായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഞാൻ കുറച്ചൊരു സമയത്ത് കണ്ടിരുന്നു. അതുപോലെ തന്നെ വേറൊരു സിനിമ അദ്ദേഹത്തിന് ഈ അടുത്തിറങ്ങിയിട്ടുണ്ട്, അതിൽ ഒരുപാട് വെച്ച് കണ്ടപ്പോൾ അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും JSK ഇപ്പൊ ഈ ഗൂഗിൾ സുരേഷ് ഉണ്ട്, മറ്റേ മാധവ് സുരേഷിന്റെ വരുന്നുണ്ട്, പിന്നെ അച്ഛന്റെ ഒറ്റക്കൊമ്പം നടന്നുകൊണ്ടിരിക്കുന്നു പാലയിൽ അല്ലേ, അങ്ങനെയുള്ള ഒറ്റക്കൊമ്പം നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം കൊണ്ടും അവര് ഓൾറെഡി ഹാപ്പി ആയിരിക്കാം. പക്ഷെ ആളുകളുടെ രാഷ്ട്രീയക്കാർ, അതായത് ഇന്നലെ അതാ പറഞ്ഞത്, ഇപ്പൊ സുരേഷ് ഗോപി ഒരു BJPയുടെ കേന്ദ്രമന്ത്രിയാണ്. സുരേഷ് ഗോപിയുടെ മകനായ ഗോകുല് ഇന്നലെ വന്നിരുന്നപ്പോ കണ്ടത് ഗോകുലും രാഹുൽ മാങ്കൂട്ടത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. അവര് തമ്മിലൊരു പ്രശ്നമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്തടുത്താണ് ഗോകുലായിട്ട് ഇരുന്നിരുന്നത്. ഇതേപോലെ വേറൊരു സംഭവം ഞാൻ കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗണേഷ് കുമാർ, നമ്മുടെ ഗണേഷ് കുമാറും ഗോകുൽ സുരേഷും അഭിനയിച്ച ഒരു സിനിമയുണ്ടായിരുന്നു. ആ സിനിമയുടെ ഇതിന് ഓൾറെഡി ഞങ്ങൾ പ്രിവ്യൂവിന് ഓൾറെഡി കണ്ട. അന്നും സുരേഷ് ഗോപി ഈ പറഞ്ഞ പോലെ അന്ന് ഗണേഷ് കുമാറോ ഉണ്ടായിരുന്നു. പക്ഷെ മെയിൻ ആയിട്ട് അത് സംഭവം പ്രിവ്യൂ ആണ് ഞാൻ കണ്ടത്. അതിനുശേഷം ഇതിന്റെ ഫോറം മാളിൽ ഒരു ഇതുണ്ടായിരുന്നു, അതിന് ലുലുമാളിൽ BVR ചെയ്തിരുന്നത്. അപ്പോ അന്ന് വന്ന സമയത്ത് ഗണേഷ് കുമാർ ഇവരൊക്കെ ഭയങ്കര ഗണേഷ് കുമാർ പറഞ്ഞപ്പോ സുരേഷ് ഗോകുലിനെ വിളിച്ചിട്ട് ഗണേശൻ നന്നായി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് ഏറ്റവും കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗണേഷ് കുമാർ സുരേഷ് ഗോപി ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയപരമായിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയപരമായിട്ട് കുറെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ സുരേഷ് ഗോപിയുടെ മകന്റെ ഗോകുലിന്റെ സിനിമ കാണാൻ ഗണേഷ് കുമാറിന്റെ മകനാ വന്നത്. അവര് ഭയങ്കര ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ആണെങ്കിലും ഇവരൊക്കെ ആശയപരമായിട്ടുള്ള അഭിപ്രായം അതൊരു ആ ഒരു പ്രൊഫഷണൽ രീതിയിലാണ് കാണുന്നത്. പക്ഷെ കാണുന്ന ജനങ്ങൾ വിചാരിക്കുന്നത് ഇവര് തമ്മിൽ ഭയങ്കരമായിട്ട് അന്ന് ഭയങ്കര കൂട്ടായിട്ട് അച്ഛന്റെ മെയിൻ കൂട്ടുകാരനായിരുന്നു തോന്നി സുരേഷ് ഗോപി. എന്തൊക്കെ രാഷ്ട്രീയം മാറിയിട്ട് അത് വിഷയം മാറിയിട്ടുണ്ടോ എനിക്കറിയില്ല, ആശയം മാറിയല്ലോ. അതുപോലെ തന്നെ ഈ ഗോകുൽ സുരേഷും ഗണേഷ് കുമാർ തൊട്ടടുത്തൊക്കെ തന്നെ ഇന്റർവ്യൂ ചെയ്ത ഇത് നമ്മുടെ ഓൾറെഡി അതിലുണ്ട്. അത്രയ്ക്ക് അടിപൊളിയാണ്. എന്തായാലും ആളുകൾ അല്ല മാധവ് തെളിയിക്കട്ടെ, തെളിയിക്കട്ടെ. പക്ഷെ ഇപ്പോഴും സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും ചവിട്ടി താഴ്ത്തുമ്പോ താഴാൻ നിന്ന് കഴിഞ്ഞാൽ അതിനേക്കാൾ സമയം ഉണ്ടാവുള്ളൂ.
ഇട്ടോ പണ്ട് ബാലയെ കുറിച്ച് ടിനിക്കോൻ പറഞ്ഞ ശേഷം ബാല തന്നെ സ്വയം ട്രോളിയിട്ട് ഷഫീഖിന്റെ സന്തോഷം സിനിമയിൽ അഭിനയിച്ചു. ചിലപ്പോ ഇനി ഇതൊരു ട്രോളായിട്ടൊക്കെ, അതായത് ചിലപ്പോ ഇനി ഇതൊരു സ്പൂഫ് പോലെ മറ്റേ ഗുണ്ടകളല്ല ഇവര് തന്നെ സ്വയം ട്രോളിയിട്ട് വരും. അതേ സുരേഷ് ഗോപി തൃശ്ശൂർ പറഞ്ഞ ഡയലോഗ് ഇല്ലേ, മറ്റേ വരനാവശ്യം. അതെ, അതുപോലെ വരും. എന്നാലും പക്ഷെ എനിക്ക് ആ ഡയലോഗ്, താങ്കളാണ് ആ ഡയലോഗ് ഇങ്ങനെ പറയുന്നത്. അത് വേണ്ട, നമുക്ക് ഇത് ക്യാമറ ഓഫ് അപ്പൊ എന്തായാലും വളരെ സന്തോഷം. മാധവ് സുരേഷിനെ പറഞ്ഞവര് പറയും അല്ലെ, എന്തായാലും എന്തൊക്കെ പറഞ്ഞിട്ടും അടുത്ത സിനിമ വരുന്നു, അതിൽ വളരെ സന്തോഷം. എല്ലാവരും വളർത്താൻ ഒരുപാട് പേരുണ്ടാവും, വളർത്താനുള്ള ആളുകളായിരിക്കും കുറവ്. എന്തായാലും എന്താ പറയുന്നത്, എന്തായാലും മാധവ് സുരേഷ് തെളിയിക്കട്ടെ. JSK കാത്തിരുന്ന് കാണാം. ഓക്കെ.